Good morning, everyone. Today we are going to learn 9th Standard History Chapter 6 സമന്വയത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളിപ്പോൾ പഠിക്കുന്നത് മധ്യകാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഓരോ ചാപ്റ്ററിലും പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത് അല്ലേ. അപ്പോ ഇതില് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകളെ കുറിച്ചാണ് ആദ്യം അദ്ദേഹത്തിന്റെ മകൾ എഴുതിയ ഒരു കോഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകളായിരുന്നു ആര്? ജഹനാര. അത് ഓർത്തു വെക്കുക, ചിലപ്പോൾ PSC ടെസ്റ്റിനൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മകളുടെ പേരെന്താണ്? ജഹനാര. ജഹനാര പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ആത്മകഥയിൽ നിന്നെടുത്തതാണ് ഈ ഭാഗം. ഇതിലൊരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് അക്ബറിനെയൊക്കെ കുറിച്ചാണ് അവർ എഴുതിയിട്ടുള്ളത്. അപ്പോ ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ മധ്യകാല ഇന്ത്യയിൽ നിലനിന്ന സാംസ്കാരിക സമന്വയത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ വിവരണം എന്നാണ് പറയുന്നത്. അതായത് സാംസ്കാരിക സമന്വയം എന്താണ് എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത്, അതായത് ഭരണാധികാരികളുടെ ആത്മകഥകൾ, അതുപോലെ തന്നെ ജീവചരിത്രങ്ങൾ, സഞ്ചാരികളുടെ കുറിപ്പുകൾ, ദിനവൃത്താന്തങ്ങൾ, ചരിത്രകൃതികൾ തുടങ്ങി വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ് മധ്യകാല ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. വിവിധ സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ കാലമായിരുന്നു അത്. ഓക്കെ. സാഹിത്യത്തിലും സംഗീതത്തിലും ചിത്രമെഴുത്തിലും ശില്പകലയിലും പുതിയ ശൈലികൾ മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ടു. അപ്പോ മധ്യകാലഘട്ടത്തിലാണ് സാഹിത്യത്തിലും അതുപോലെ തന്നെ സംഗീതത്തിലും ചിത്രമെഴുത്തിലും അതുപോലെ ശില്പകലയിലൊക്കെ പുതിയ ശൈലികൾ രൂപം കൊണ്ട ഒരു കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം എന്ന് നമുക്ക് പറയാം. പോരാത്തതിന് അക്കാലത്ത് ജീവിച്ചിരുന്ന, അതായത് ഭരണാധികാരികളുടെ ആത്മകഥകൾ, ജീവചരിത്രങ്ങൾ, സഞ്ചാരികളുടെ കുറിപ്പുകൾ, ദിനവൃത്താന്തങ്ങൾ, ചരിത്രകൃതികൾ, ഇതിനെല്ലാം ആശ്രയിച്ചാണ് ഈ മധ്യകാല ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ചുള്ള അതായത് അറിവ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. അപ്പോ അടുത്തതെന്ന് വെച്ചാൽ സാഹിത്യത്തിലും സംഗീതത്തിലും ചിത്രമെഴുത്തിലും ശില്പകലയിലും പുതിയ ശൈലികൾ മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ടു. ഇന്ത്യയിൽ വിവിധ മതവിശ്വാസങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു മധ്യകാലഘട്ടം. അതുപോലെ തന്നെ വിവിധ മതങ്ങൾ എന്ത് ചെയ്തു? വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത്. മധ്യകാലഘട്ടത്തിൽ പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നത് ഈ പുതിയ വിവിധ മതങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കടന്നു വന്നതോടെ പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാവുകയും അതുപോലെ ഇത്തരത്തിൽ ദർശനങ്ങളുടെ പരസ്പര സ്വാധീനത്തിൽ രൂപം കൊണ്ട രണ്ട് ആശയങ്ങളാണ് സൂഫി പ്രസ്ഥാനവും ഭക്തി പ്രസ്ഥാനവും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എങ്ങനെയാണ് മധ്യകാല ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ. മധ്യകാലഘട്ടത്തിൽ എങ്ങനെയാണ് പുതിയ ശൈലികൾ രൂപം കൊണ്ടത്? അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഈ ദർശനങ്ങളുടെ ഇത്രയും നമ്മൾ പഠിച്ച ഈ ദർശനങ്ങളുടെ പരസ്പര സ്വാധീനത്താൽ രൂപം കൊണ്ട രണ്ട് ആശയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സൂഫി പ്രസ്ഥാനവും രണ്ട് ഏതാണ്? ഭക്തി പ്രസ്ഥാനവുമാണ്. അപ്പൊ ഏതാണ്? ഒന്ന് സൂഫി പ്രസ്ഥാനവും രണ്ട് ഭക്തി പ്രസ്ഥാനവും. അപ്പൊ നമ്മൾ സൂഫി പ്രസ്ഥാനമൊക്കെ നമ്മൾ ഇതിനു മുന്നേയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ ഇതിനു മുന്നേ ഉള്ള ഒരു പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹിന്ദു മതത്തിന് ശേഷം ബുദ്ധമതം വന്നു, ബുദ്ധമതത്തിന് ശേഷം ഏത് വന്നു? സൂഫി മതമൊക്കെ ഉണ്ടായെന്നൊക്കെ നമ്മൾ മുന്നിലുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സൂഫി പ്രസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. അതായത് എന്താണ് സൂഫി പ്രസ്ഥാനം? ഓക്കെ. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. ഇത് ഓർത്തു വെക്കുക. ഇത് ചിലപ്പോൾ ചോദിക്കും. അതായത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും അതുപോലെ തന്നെ ആഡംബര ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും ചെയ്തിരുന്നവരെ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? സൂഫികൾ എന്നാണ് പേര്. അതുപോലെ തന്നെ ഇവർ 11ാം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ നിന്നാണ് ഇവർ ഇന്ത്യയിലേക്ക് വന്നത്. അത് ചിലപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് ആര്? 11ാം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നത് ആരായിരുന്നു? ആരാണ്? സൂഫികളായിരുന്നു.
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ എന്ത് ചെയ്തു, സൂഫികൾ താമസം ഉറപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്തു, പിന്നീട് നിരവധി അനുയായികളൊക്കെ ഉണ്ടായി. ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള മാർഗമായി ഭക്തിയെ സൂഫികൾ കണക്കാക്കി. അപ്പൊ സൂഫിസത്തിന്റെ മുഖ്യ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്, ഭക്തിയാണെന്ന് ഓർത്തു വെക്കുക. അതായത് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള മാർഗമായി ഭക്തിയെ കൂടുതൽ കണക്കാക്കിയത് ആരായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്ന ആരാണ്, സൂഫികൾ എന്ന് ഓർത്തു വെക്കുക. അല്ലെങ്കിൽ സൂഫികളുടെ അടിസ്ഥാന ഘട്ടം, അതായത് അവർ വിശ്വസിക്കുന്നത് എന്തിലാണ് എന്ന് ചോദിച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള മാർഗമായി സൂഫികൾ വിശ്വസിച്ചത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഭക്തിയെയാണ് എന്ന് ഓർത്തു വെക്കുക. അവർ പറയുന്ന എന്താണ്, ഒരാൾ ദൈവത്തെ ശരിക്കും സ്നേഹിച്ചാൽ അയാൾ ദൈവത്തോടും ചുറ്റുമുള്ള മനുഷ്യരോടും ഒക്കെ അടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്കറിയാം നമ്മൾ ദൈവത്തോട് എത്രത്തോളം വിശ്വസിക്കുന്ന മനുഷ്യരാണോ അവരെന്ത് ചെയ്യും, ആ ഒരു അതേ നമ്മളിപ്പോ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതിയോ, അല്ലല്ലോ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ സർവ്വചരാചരങ്ങളെടുത്ത് അതുപോലെ ആ ഒരു ജീവിതചര്യയിലും കൂടി ആ ഒരു ചിട്ട കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം പോലെ തന്നെ മനുഷ്യരോടും കാണിക്കണമെന്നാണ് സൂഫികൾ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണമെന്നും അവർ പറഞ്ഞു. സൂഫി ഗുരുവിനെ പീർ എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നും അതുപോലെ അനുയായികളെ മുരീദ് എന്നും വിളിച്ചു. അപ്പൊ എന്താണ്, സൂഫിയിലെ ഗുരുവിനെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, പീർ അല്ലെങ്കിൽ ഷെയ്ഖാണ്. സൂഫി അനുയായികളെ അറിയപ്പെടുന്ന പേര് എന്താണ്, മുരീദ് എന്നാണ്. ഇത് ഓർത്തു വെക്കുക. അപ്പോൾ ഈ സൂഫി പ്രസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, നല്ല പോലെ വായിച്ചു വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ എങ്ങനെയാണ് സൂഫിസം എന്ന വാക്ക് ഉദ്ഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ സൂഫിസം എന്ന വാക്കിന്റെ ഉത്ഭവം തസ്സവൂഫ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. എന്താണ്, ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സൂഫിസം എന്ന പദം ഉത്ഭവിച്ചത് ഏത് വാക്കിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, തസ്സവൂഫ് എന്ന പദത്തിൽ നിന്നാണ് സൂഫിസം എന്ന് പറയുന്ന പദം ഉത്ഭവിച്ചതെന്ന് ഓർത്തു വെക്കുക. ഈ വാക്കിന് ചരിത്രകാരന്മാർ പല അർത്ഥങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇതിന്റെ തസ്സവൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇത് ഓർത്തു വെക്കുക. കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചത് എന്താണ്, ഏത് മതമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, സൂഫിസം എന്നാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ സൂഫികൾ ധരിക്കുന്ന അയഞ്ഞ കമ്പിളി വസ്ത്രത്തെയാണ് ഈ പദം സൂചിപ്പിക്കുന്നതെന്ന് അവർ അഭിപ്രായപ്പെടും. നമുക്കറിയാം സൂഫികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഇടുന്ന ഡ്രസ്സ് എങ്ങനെയാണ്, കമ്പിളി വസ്ത്രമാണ്. അത് ഒരുമാതിരി അയഞ്ഞ ഡ്രസ്സാണ്, നല്ല ടൈറ്റായിട്ട് കിടക്കുന്നതല്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ഈ ഒരു പേര് കൊണ്ടുവന്നതെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്നാണ് മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ചിലർ പറയുന്ന എന്താണ്, ശുദ്ധി എന്നർത്ഥം വരുന്ന സഫ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്നാണ് മറ്റു പറയുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, ബാക്കിയുള്ളവർ പറയുന്നത് എന്താണ്, സൂഫ് എന്ന, അതായത് കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത്. അത് നല്ലപോലെ വായിച്ചു വെക്കുക. അപ്പോ ഇത് എങ്ങനെയാണ് സൂഫിസം എന്ന വാക്കുണ്ടായത്. ഓക്കെ. പിന്നെ സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചു. അത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ സൂഫികളുടെ താമസ സ്ഥലങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണ് സൂഫികളുടെ താമസ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേര്, ഖാൻ ഗുഹകൾ. ഖാൻ ഗാഹുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സൂഫികളുടെ താമസ സ്ഥലത്തെ അറിയപ്പെട്ട പേരാണ് ഖാൻ ഗാഹുകൾ. അതുപോലെ തന്നെ അന്നത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു അജ്മീറിലെ, അതായത് അജ്മീർ എന്ന് പറയുന്നത് എവിടെയാണ്, രാജസ്ഥാനാണ്. അതുപോലെ തന്നെ ഖാജ മൊയിനുദ്ദീൻ, അതായത് ചിസ്തി പ്രസിദ്ധ സൂഫി വര്യന്മാരിൽ ഒരാളായിരുന്നു. അപ്പോ അന്നത്തെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു ഏത്, രാജസ്ഥാനിലെ അജ്മീർ. അതുപോലെ തന്നെ ഇത് ഓർത്തു വെക്കുക, അജ്മീർ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പ്രസിദ്ധ സൂഫി വര്യന്മാരിൽ ഒരാൾ ആരായിരുന്നു, അല്ലെങ്കിൽ സൂഫി വര്യന്മാരിൽ പ്രസിദ്ധൻ ആര് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആരാണ്, ഖോജ മൊയിനുദ്ദീൻ ചിശ്തി. ഇത് ഓർത്തു വെക്കുക.
അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഖോജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനത്തിന്റെ അധിപനായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? അല്ലെങ്കിൽ സൂഫി വര്യന്മാരിൽ ഒരാൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഖോജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന് ഓർത്തു വെക്കുക. അപ്പോ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ദൈവത്തോട് നമ്മൾ അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഭക്തി ഗാനാലാപനമാണെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഖോജ മൊയ്നുദ്ദീൻ ചിസ്തി പറഞ്ഞത്. അപ്പൊ എന്താണ് ഭക്തി ഗാനാലാപനം? അതായത് എന്താണ്? ഭക്തിയോടെ നമ്മൾ ഒരു ഗാനം ആലപിക്കുക, അതിൽ കൂടെയാണ് നമ്മൾ ദൈവത്തിനെ അടുക്കുക എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തി ഗാനങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഖവാലികൾ. അത് ഓർത്തു വയ്ക്കുക. സൂഫി കേന്ദ്രങ്ങളിൽ ആലപിക്കുന്ന ഭക്തി ഗാനങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഖവാലികൾ എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഇവരെ ഭരണാധികാരികളും പൊതുജനങ്ങളും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന സൂഫി വര്യന്മാരായിരുന്നു ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. അപ്പോ ഇവരെ കൂടാതെ, അതായത് നമ്മൾ നേരത്തെ മെയിൻ ഒരാളെ പറഞ്ഞു, ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി. ഇദ്ദേഹത്തെ കൂടാതെ എല്ലാവരും ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ ബഹുമാനിച്ചിരുന്ന രണ്ട് സൂഫി വര്യന്മാരായിരുന്നു ആരൊക്കെ? ഷെയ്ഖ് നിസാമുദ്ദീനും അതുപോലെ തന്നെ ഔലിയ. ഇതും ഓർത്തു വെക്കുക. ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കേന്ദ്രം. എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സൽത്തനത്ത് ഭരണം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ സൽത്തനത്ത് കാലത്തും മുഗൾ കാലഘട്ടത്തിലും വിവിധ മതസ്ഥർക്കിടയിൽ ബന്ധങ്ങളുടെ പാലങ്ങൾ തീർത്തതാരാണ്? സൂഫികളായിരുന്നു. അപ്പോ സുൽത്താനത്ത് കാലഘട്ടത്തിലും സൽത്തനത്ത് കാലഘട്ടത്തിലും അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിലും വിവിധ മതസ്ഥർക്കിടയിൽ ബന്ധങ്ങളുടെ പാലങ്ങൾ തീർത്തതിന് മെയിൻ ആയിട്ടുള്ള പങ്ക് വഹിച്ചത് ആരായിരുന്നു? നമ്മുടെ ഈ സൂഫികളായിരുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പൊ സൂഫിസം നല്ല പോലെ വായിച്ചു നോക്കുക. ഓക്കെ. അപ്പോ സൂഫിസം എങ്ങനെ ഉണ്ടായി? സൂഫി ഗുരുവിനെ അറിയപ്പെടുന്ന പേരെന്താണ്? സൂഫികളുടെ താമസ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? പിന്നെ ഈ പ്രശസ്തനായ സൂഫി വര്യൻ ആരായിരുന്നു? അദ്ദേഹം കൂടാതെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ പേര്, ഇവരുടെ സ്ഥലം എവിടെയായിരുന്നു? ഇതെല്ലാം ഓർത്തു വെക്കുക. ഇവിടെ കുറച്ച് സൂഫി വര്യന്മാരും അവരുടെ സ്ഥലവും കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വൺ ബാബ ഫരീദ്. എവിടെയാണ്? അയോധാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സൂഫി വര്യനാണ് ബാബ ഫരീദ്. അതുപോലെ സെക്കൻഡ് വൺ സയ്യിദ് മുഹമ്മദ് ജേസുദറാസ്. ആരാണ്? സയ്യിദ് മുഹമ്മദ് ജേസുദറാസ്. ഗുൽബർഗ എന്ന് പറയുന്ന പ്ലേസ് ആണ്. അതുപോലെ ഷാ ആലം ബുഖാരി. ആരാണ്? ഷാ ആലം ബുഖാരി. എവിടെയാണ്? ഗുജറാത്ത് ആണ്. അടുത്തത് ബഹാ ഉദ്ദീൻ സക്കരിയ. ഇദ്ദേഹം എവിടെയാണ്? മുൾത്താനിലുള്ളതാണ്. അതുപോലെ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി. എവിടെയുള്ളതാണ്? സിൽഹറ്റ്. എവിടെയാണ്? സിൽഹറ്റ്. അപ്പോൾ ഈ സൂഫി വര്യന്മാരുടെ പേരുകൾ നല്ലപോലെ ഒന്ന് വായിച്ചു വെക്കുക. അപ്പൊ ആരൊക്കെയാണ്? ബാബ ഫരീദ്, സയ്യിദ് മുഹമ്മദ് ജേസുദറാസ്, പിന്നെ ഷാം ആലം ബുഖാരി, ബഹാ ഉദ്ദീൻ സക്കരിയ, ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി. ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതില് ഇദ്ദേഹം ഒരു പിക്ചർ, ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഷെയ്ഖ് നിസാമുദ്ദീനും അതുപോലെ തന്നെ ഔലിയയും ശിഷ്യൻ അമീർ ഖുസ്രുവും കൂടെയുള്ള ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ് ഭക്തി പ്രസ്ഥാനം. നമ്മൾ ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ടുള്ള ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഒരു ക്ലൂ പോലെയൊക്കെ ഭക്തി പ്രസ്ഥാനമൊക്കെ അതിനെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. അതായത് എന്താണ് ഭക്തി പ്രസ്ഥാനം? ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുന്നതിനെ ആണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരുടെയും മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഭക്തിയെ അതായത് ദൈവവിശ്വാസം അടിച്ചു അമർത്താൻ നമുക്ക് പറ്റൂല്ല. അവരവർ വിചാരിക്കണം ഭക്തിയിലോട്ട് എത്തിപ്പെടാം അല്ലെ. അപ്പോൾ ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും പൊതുവെ ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും അറിയപ്പെടുന്ന പേര് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? ഭക്തി പ്രസ്ഥാനം എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് ഭക്തി പ്രസ്ഥാനം? അത് നല്ലപോലെ വായിച്ചു വെക്കുക. അതുപോലെ തന്നെ
ഇതൊരു ജനകീയ പ്രസ്ഥാനമായിട്ടാണ് ഭക്തി ആദ്യം വളർന്നു വന്നത്. എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണ്. നമ്മൾ പഠിച്ചു ചോളന്മാരുടെയൊക്കെ ചോളന്മാരെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലേ, ദക്ഷിണേന്ത്യയിൽ. അപ്പോൾ അവിടെയാണ് കൂടുതൽ എന്തുണ്ടായത്? ഭക്തി പ്രസ്ഥാനം ആദ്യം വളർന്നു വന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണ്. ആദ്യകാല ഭക്തി പാരമ്പര്യങ്ങൾക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവയാണ് താഴെ പറയുന്നവ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അപ്പോൾ എന്താണ്? ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുന്നതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ദൈവഭക്തിയെ അടിസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇതൊരു ജനകീയ പ്രസ്ഥാനമായി ആദ്യം വളർന്നു വന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഭക്തകവികളായ സന്യാസിമാരായിരുന്നു പ്രചാരകർ. അതായത് ഭക്തകവികൾ, ഭക്തി നിറഞ്ഞ കവികളായിരുന്നു. അതുപോലെ തന്നെ യാഥാസ്ഥിതിക ബ്രാഹ്മണ പാരമ്പര്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകൾക്കും കീഴ്ജാതിക്കാർക്കും പ്രാതിനിധ്യം നൽകി. അതുപോലെ സാഹിത്യത്തിലും സംഗീതത്തിലും ഒരുപാട് സംഭാവനകൾ നൽകി. അപ്പോൾ ഭക്തി പാരമ്പര്യങ്ങൾക്കുണ്ടായിരുന്ന സവിശേഷതകളാണ് ഇതൊക്കെ. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക. ലെറ്റ് സി, ആഴ്വാർമാരും അതുപോലെ തന്നെ നായനാർമാരും. ആരാണ് ആഴ്വാർമാർ? ആരാണ് ആഴ്വാർമാർ? തമിഴ്നാട്ടിലാണ് ആദ്യകാല ഭക്തി പ്രസ്ഥാനം ഉത്ഭവിച്ചത്. അപ്പൊ എവിടെയാണ് ആദ്യകാല ഭക്തി പ്രസ്ഥാനം ഉത്ഭവിച്ചത്? എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ തമിഴ്നാട്ടിലാണ്. ഈ പ്രസ്ഥാനത്തിന്, അതായത് ഈ ഭക്തി പ്രസ്ഥാനത്തിന്, ആദ്യകാലത്ത് ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ആഴ്വാർമാരും അതുപോലെ തന്നെ നായനാർമാരുമായിരുന്നു. ആഴ്വാർമാർ എന്ന് പറയുന്നത് വിഷ്ണു ഭക്തരാണ്. അപ്പൊ ആഴ്വാർമാർ എന്ന് പറയുന്നത് ആരാണ്? വിഷ്ണു ഭക്തരും. നായനാർമാർ എന്ന് പറയുന്നത് ശിവഭക്തരുമായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ഇവർ എന്ത് ചെയ്തു? ഭക്തിഗാനങ്ങൾ രചിക്കുകയും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ ആഴ്വാർമാരും നായനാർമാരും ജാതീയമായ അസമത്വങ്ങൾ, അപ്പൊ ഇവർ ഈ ജാതി വ്യവസ്ഥയൊക്കെ അന്ന് ഇവർ ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു. അവരുടെ കൂട്ടത്തിൽ സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു. ആണ്ടാൾ, വൈഷ്ണവ, സന്യാസിമാർ. അപ്പൊ സന്യാസിമാരിൽ പ്രമുഖരെ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ആണ്ടാൾ, വൈഷ്ണവ. ചിലപ്പോ തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആണ്ടാൾ, വൈഷ്ണവ ഇവർ ഏത് മേഖലയിൽ പ്രമുഖരായിരുന്നു? ഏതിലായിരുന്നു? സന്യാസിമാരിൽ പ്രമുഖരായിരുന്നു. എവിടെയാണ്? ആഴ്വാർമാരുടെയും നായനാർമാരുടെ ഇടയിൽ. അടുത്തത് അതുപോലെ തന്നെ മറ്റൊരു സന്യാസിനിയായിരുന്നു ആര്? കാരയ്ക്കൽ അമ്മയാർ. ആരാണ്? മറ്റൊരു സന്യാസിനി ആരായിരുന്നു? കാരയ്ക്കൽ അമ്മയാർ. അവരാരായിരുന്നു? ശിവഭക്തയായിരുന്നു. അപ്പോൾ ഇവരെ സന്യാസികളെ കൂടാതെ ഒരു സന്യാസിനിയും ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നായനാർമാർ തൊഴിലാളികൾ, കർഷകർ, വേട്ടക്കാർ, സൈനികർ, ബ്രാഹ്മണർ, മുഖ്യനാർ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഇവരൊക്കെ. അതുപോലെ തന്നെ തേവാരം എന്ന പേരിലാണ് ഇവരുടെ കൃതി സമാഹരിക്കപ്പെട്ടത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ആഴ്വാർമാരുടെയും നായനാർമാരുടെയും കൃതി ഏത് രീതിയിലാണ്? തേവാര എന്ന് പറയുന്ന രീതിയിലാണ്, എന്ന പേരിലാണ് ഇവരുടെ കൃതി സമാഹാരം രൂപപ്പെട്ടത്. അപ്പൊ എന്താണ് ഇവരുടെ കൃതികളുടെ പേര്? തേവാരം. അത് ഓർത്തു വെക്കുക. അപ്പൊ ആഴ്വാർമാരും നായനാർമാരും എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണ് ഭക്തി പ്രസ്ഥാനം ആദ്യമായി ഉടലെടുത്തത് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ആഴ്വാർമാർ എന്ന് പറയുന്നത് വിഷ്ണു ഭക്തരും നായനാർമാർ ശിവഭക്തരുമായിരുന്നു. പിന്നെ ഇവരുടെ സന്യാസിനിമാരും ഉണ്ടായിരുന്നു. സന്യാസിമാർ മാത്രമല്ലായിരുന്നു. അതുപോലെ തന്നെ സന്യാസിനിമാരിൽ പ്രമുഖർ ആരായിരുന്നു? ആണ്ടാൾ, വൈഷ്ണവ എന്ന് പറയുന്നവരൊക്കെ സന്യാസിനിമാരിൽ പ്രമുഖയായിരുന്നു. പിന്നെ മറ്റൊരു സന്യാസി കൂടെയായിരുന്നു കാരയ്ക്കൽ അമ്മയാർ. അതും കൂടെ ഓർത്തു വെക്കുക. അതുപോലെ എന്താണ് ഭക്തി നമ്മൾ പഠിച്ചു. ഭക്തി പ്രസ്ഥാനം എന്തെന്ന് പഠിച്ചു. അതുപോലെ സൂഫി വര്യന്മാരെ കുറിച്ച് പഠിച്ചു. അതുപോലെ പ്രശസ്ത സൂഫി വര്യൻ ആരായിരുന്നു എന്ന് പഠിച്ചു. സൂഫിസത്തിന്റെ അർത്ഥം, സൂഫിസം ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പഠിച്ചു. മുഗൾ ഭരണകാലത്തുണ്ടായ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നൗ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ. സോ if you like my channel, please like, share and subscribe. Okay, see you tomorrow. Okay, thank you.